ഹായ് ഗൈസ്, രാവിലെ തന്നെ ഒരു 8:30 തന്നെ നമുക്ക് അമ്പലത്തിൽ പോകാനൊരു ആഗ്രഹം. ഇന്നലെ രാത്രിയിലെ വന്നതാണ്. രാവിലെ 6:30 പോകണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഒന്നും നടന്നില്ല. ഞാനും അമ്മയും കൂടെ ടെമ്പിൾ ഡേറ്റിന് വന്നിരിക്കുകയാണ് ഗൈസ്. ടുഡേയ്സ് മമ്മീസ് ഹാപ്പി ബർത്ത്ഡേ. ദിസ് ഈസ് നമ്പർ 1 ടെമ്പിൾ, ഞങ്ങളുടെ സ്വന്തം വെട്ടിക്കൽ അമ്പലം. അടുത്ത അമ്പലത്തിൽ പോകണമെന്നൊക്കെ ഉണ്ട്. ടൈം ഉണ്ടെങ്കിൽ നമ്മൾ പോയിരിക്കും. ഹായ് ഗൈസ്, ഹാപ്പി ബർത്ത്ഡേ. നമ്മുടെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ വെട്ടിക്കൽ അമ്പലത്തിൽ വന്നു. ഇനി നല്ല രസമാണ് കൊച്ചോടെ ഇരിക്കുന്നതല്ലേ. ഇനി ഞങ്ങൾ തലയൂർ അമ്പലത്തിൽ പോകാൻ പോവുകയാണ്. 9 മണിയായി. ബൈ, ടാറ്റാ. നമ്മുടെ പ്രസാദം എല്ലാവരും തൊട്ട് കുറിയിട്ടോളൂ. ജസ്റ്റ് നമ്പർ 2. ഇതാണ് തലവൂർ ദേവി ക്ഷേത്രം. നല്ല രസം. Few moments later. വഴിന്ന് പോച്ചെത്തുന്ന ഇതിനെ പോച്ചെത്താനാണ് കൊണ്ടുവന്നേ. ചേറെടുക്കാൻ വന്നിരിക്കണം. ചേറ് എന്തായിരുന്നു മറ്റേ ഞാനൊരു മലയാളി എന്നും മണ്ണിൻ കൂട്ടാളി. സ്നേഹത്തേരാളി മണ്ണാണ് ജീവൻ മണ്ണില. ഞങ്ങളിതേപോലെ ചേറെടുക്കാനായിട്ട് വയലിലേക്ക് വന്നിരിക്കുകയാണ്. അമ്മേ ഗൈസ്, ഇവനെന്നെ എങ്ങോട്ടോ കൊണ്ടുപോവാണ്. ഏതോ ഒരു വീടിന്റെ ഇത് ഏതോ വീടാടാ. എടാ നീ എവിടെ പോവാടാ? എടാ നീ ഇതിൽ കൂടെ ഒന്നും വഴിയില്ലടാ. എടാ ഇവിടെ കുഴിയാടാ. നീ ഒന്ന് ചാടി ആ കുഴിയിൽ ആദ്യം ആരോ വിരിഞ്ഞു നോക്കാം. ഏതോ ഒരു വീടിന് മുന്നിൽ കൊണ്ടുവന്നവൻ എത്തിപ്പിച്ച്. എന്നിട്ട് എങ്ങോട്ട് പോകണം? എടാ കണ്ണ എങ്ങോട്ടോ കൊണ്ട്. യു പട്ടി കുരയ്ക്കുന്നടാ ചെറുക്ക. എടാ ചെറുക്ക ഓടാൻ പോലും മനസ്സില. ഈ ചെറുക്കനെയും കൊണ്ട് എന്തോ പറയണം. വഴി അറിഞ്ഞൂടല്ലേ? പട്ടിയാണ് വന്നുണ്ടല്ലോ കണ്ണ. കേറാൻ മരം പോലും ഇല്ല. മേ നെരുങ്ങി ഒരു വീഴ്ച. അധ്വാനിക്കുന്ന ജനസമൂഹത്തിന്റെ പ്രതീകം. പിന്നെ എന്തിനാ നീ ഇതെല്ലാം ചെത്തിയിടുന്നത്? നീ വന്ന് വയലില് പോച്ചത് വീട്ടിലെല്ലാം പോയി പോച്ചേത്തടാ. മാറ്റത് എന്നിട്ട് പുതിയത് അത് നീ എന്നെ ബക്കറ്റ് പിടിക്കാൻ വേണ്ടിയില്ല. എൻ്റെ കൂടെ വന്നാൽ ആദ്യം അവിടെ ഫോൺ നോക്കി നിന്നാ മതിന്നല്ലേ പറഞ്ഞേ. ഫോൺ നോക്കിക്കുമ്പോ എനിക്ക് എന്തെങ്കിലും ചെയ്യാലോ. കണ്ണാപ്പി അവനിവിടെ പണിയെടുക്കുന്ന ഞാനിവിടെ വീഡിയോ എടുത്തിട്ട്. ഇത് തങ്കു വ്ളോഗ്സ് ആണ്. തങ്കു ചേച്ചിയുടെ പരിപാടിയാണ് ഇനി. തങ്കു ചേച്ചി ചെയർ എടുക്കാൻ എന്നെ പറഞ്ഞിട്ടു. പക്ഷെ ഞാൻ ചെയർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് വീഡിയോ ആണോ എന്താണെന്ന്. ചേച്ചി ആണ് ചെയർ കൊണ്ട് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കണ്ണന്റെ തല ബ്രെയിൻ വാഷ് ചെയ്തപ്പോ കിട്ടിയ സാധനം.
ടീച്ചറെ തലേന്ന് ഇപ്പൊ കുറച്ചു മുമ്പ് എടുത്തതാ. ഗായ്സ്, അവിടെ റോഡ് കാണുന്നുണ്ടോ? അവിടെ നിന്ന് ഇത്രയും ദൂരം നടക്കുന്നതിന് ആ ചേച്ചി ഈ വയൽ കാണുന്ന വയൽ മൊത്തവും നടപ്പിച്ച് ഇതുവഴി കൂടെ കയറി വന്നതാണ് ഗായ്സ്. ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ ബെഞ്ചില് ഇങ്ങനെ ഇരുന്ന ഞാൻ പഠിച്ചോണ്ടിരുന്നത്. ഇവിടെ ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു, ആ ബെഞ്ചിൽ ഇങ്ങനെ ഇരുന്ന ഞാൻ പഠിച്ചോണ്ടിരുന്നു. ഞങ്ങൾ ഗണപതി അമ്പലത്തിലെ ഉത്സവത്തിന് വന്നിരിക്കുകയാണ്. അമ്മമ്മ ചുരിദാറൊക്കെ ഇട്ട് സെറ്റായിരുന്നപ്പോൾ ഞാൻ സാരി എടുത്തിട്ട് വന്നു. എന്നിട്ട് ഞാൻ ഊരിപ്പിച്ച്, ഞാൻ സാരി കൊടുത്ത് അമ്മമ്മ ചുരിദാർ ഇടുന്ന എങ്ങനെ ഇരിക്കും? അപ്പം ഞാൻ അത് ഊരിപ്പിച്ചിട്ട് അമ്മമ്മ ഏതാണ്ട് സാരി എടുപ്പിച്ചു. ക്യൂട്ടിയൊക്കെ ഉണ്ടോ? എന്തിനാ ഇങ്ങനെ വടി പോലെ നിൽക്കുന്നേ? വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് വടി കണക്ക് നിൽക്കോ? വീഡിയോക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പോയി സിനിമ ഫോട്ടോ എടുക്കാൻ ഭാഗ്യം കിട്ടിയോ? എന്താ വേണം? എൻ്റെ കൂടെ എല്ലാ ദിവസവും ഫോട്ടോ എടുക്കുന്നില്ല, അതൊക്കെ മതി. സിനിമാ നടന്മാരും എടുക്കുന്നതൊന്നും അത്ര വലിയ കാര്യമല്ല. അല്ലടാ, പ്രതീക്ഷിക്കാത്ത രണ്ടുപേരെ എന്നെ ഇന്ന് കിട്ടിയത്. എന്തുവായിരുന്നു പേര്? സായികുമാർ. പിന്നെ ബിന്ദു പണിക്കർ. സായികുമാറിനെയും ബിന്ദു പണിക്കരുടെ കൂടെ ഇന്നൊരു ഫോട്ടോ എടുത്ത് അതിൻ്റെ സന്തോഷത്തിലാണ് പുള്ളിക്കാരി കേട്ടോ. അങ്ങനെ രാവിലെ വെട്ടിക്കൽ അമ്പലത്തിൽ പോയി, അത് കഴിഞ്ഞ് തലപുരം അമ്പലത്തിൽ പോയി, പിന്നെ വീട്ടിലുണ്ട്. ഇപ്പം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ തിരിച്ചു. ഇനി നാളെ രാവിലെ വീണ്ടും അടുത്ത അമ്പലത്തിലേക്കുള്ള യാത്ര തുടങ്ങാം. സർവം ഭക്തിമയം. ഗ്യാസിൻ്റെ കമ്മൽ എങ്ങനെയുണ്ട്? കമ്മൽ കൊള്ളാമോ? ഞങ്ങൾ നിൽക്കുന്നത് പട്ടാഴി അമ്പലത്തിലാണ്. ഒരു സാരി ഉണ്ടാകും, അമ്മയുടെ നിശ്ചയത്തിൻ്റെ സാരിയാണ്. അമ്മ ഞാൻ ഈ സാരി എടുത്തിട്ട് അങ്ങനെ ഉണ്ട്. പറ അങ്ങനെയുണ്ട്, എങ്ങനെയുണ്ടെന്ന് പറയാം. സാരി എടുത്തിട്ട് അമ്മ അമ്മയ്ക്ക് നൊക്ലാച്ചിയൊക്കെ അടിക്കുന്നുണ്ട്. അത് എൻ്റെ സാരി അടിച്ചു മാറ്റി കൊടുത്തതാണ്. അമ്മയെക്കാട്ടി കൂടുതൽ ചേരുന്ന എനിക്ക്, അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പട്ടാഴി അമ്പലത്തിൽ തൊഴുതിന് ശേഷം ഇപ്പോൾ വെട്ടിക്കൽ അമ്പലത്തിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. ഇവിടെ നല്ല രസമുണ്ടല്ലേ. ഞാൻ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകും. കണ്ണാടി ഇടന്ന് ടാറ്റ. Guys, finally I reached my hostel. ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. എൻ്റെ വിശാലമായ കോളേജ് നടുമുറ്റം. ഹോസ്റ്റലിലോട്ട് പോവാം. ഇവിടെ കുറ്റാക്കുറ്റിരുട്ടാണ്. പോകുന്ന വഴിക്ക് നമ്മൾ പ്രതിസന്ധികളെ തരണം ചെയ്ത് വേണം പോവാൻ വേണ്ടിയിട്ട്. വെട്ടം വന്നണ്ട. സ്ട്രീറ്റ് ലൈറ്റ്, എനിക്ക് ലൈറ്റ് കാണുന്നില്ല. ലൈറ്റിൻ്റെ വെട്ടമാണ് എൻ്റെ മുഖത്ത് അടിക്കുന്നത്. ഇനി അങ്ങോട്ട് പോയി ഒന്നും കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഹോസ്റ്റൽ എന്നിട്ട് വീഡിയോ എടുക്കാമേ. ഹോസ്റ്റലിലെത്തി. ഹായ് ബ്രൂണോ. ടാറ്റ. Finally, I reached by Ajana Bahu Hostel. റൂമിലെത്തിയിരിക്കുന്നു. ഇനിയൊന്നുമില്ല. ഇനി ഡ്രസ്സൊക്കെ മാറി കുളിച്ചിട്ട് ചാച്ചട്ടെ. ബൈ.